ഹായ് ഡിയേഴ്സ്, നിഷീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കിളിക്കൂട്. ഇത് ഒരു മലബാർ സ്പെഷ്യൽ സ്നാക്കാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിന് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്ത് അതിൽ ഓൾ സെലക്ട് ചെയ്യാം. അപ്പോൾ റെസിപ്പീസ് ഇടുമ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ബാക്കിയുള്ള വീഡിയോസും കൂടി കണ്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് ആദ്യം ഒരു ഉരുളക്കിഴങ്ങ് മിക്സ് ഉണ്ടാക്കണം. ഞാനിപ്പോൾ 2 വലിയ ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ച് ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇത് എല്ലോട് കൂടിയ 4 ചിക്കൻ കഷ്ണങ്ങളിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം എണ്ണയിൽ ഫ്രൈ ചെയ്ത് അതിൻ്റെ ഫ്ലഷ് മാത്രം എടുത്ത് ഞാൻ മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് പൊടിച്ചെടുത്താണ്. ഇത് കൈകൊണ്ട് നന്നായി പൊടിച്ചെടുത്താലും മതി. ഞാൻ എളുപ്പത്തിന് വേണ്ടി മിക്സിയിലിട്ട് പൊടിച്ചെടുത്തു. ഇതിലേക്ക് ചേർക്കാം. ഇനി ഇത് ഒരു സവാള വളരെ ചെറുതായി മുറിച്ചത്, ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചത്, ഒരു പച്ചമുളക് ചെറുതായി മുറിച്ചത്, കുറച്ച് മല്ലിയില മുറിച്ചത്, ഇതെല്ലാം കൂടി ഇതിലേക്കിടാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ചിക്കനും ഉരുളക്കിഴങ്ങും വേവിക്കുമ്പം ഉപ്പ് ചേർത്തതാണ്, അതുകൊണ്ട് ബാക്കി വേണ്ടുന്ന ഉപ്പ് മാത്രം ചേർത്താൽ മതി. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി കുഴച്ച് മിക്സ് ചെയ്യാം. ഇതിപ്പോ നല്ലോണം കുഴച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു മൈദ മിക്സ് ഉണ്ടാക്കണം. അതിന് ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ എടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇളക്കി മിക്സ് ചെയ്ത് ഒരു ലൂസുള്ള ബാറ്റർ ആക്കിയിട്ട് എടുക്കണം. ഞാനിപ്പോ ഈ പാകത്തിന് കട്ടിയുള്ള ബാറ്റർ ആക്കി എടുത്തിട്ടുണ്ട്. ഇതാ ഇത്ര ലൂസ് ഉണ്ടാവണം, കട്ടയില്ലാതെ ഉടച്ചെടുക്കണം. ഇനി കുറച്ച് സേമിയ വേണം. സേമിയ വലിയ പീസാണെങ്കിൽ ഒന്ന് കൈകൊണ്ട് പൊടിച്ചെടുക്കാം. ഇനി നേരത്തെ റെഡിയാക്കി വെച്ച ഉരുളക്കിഴങ്ങ് മിക്സിൽ നിന്ന് കുറച്ചെടുത്ത് ഉരുളയാക്കാം. ഞാൻ കൈക്ക് എണ്ണ പുരട്ടിയിട്ടുണ്ട്, കൈക്ക് എണ്ണ പുരട്ടി ചെയ്യാം. ഉരുളയാക്കിയതിന് ശേഷം നടുക്ക് ഒരു കുഴിയാക്കാം. കൊഴുക്കട്ടക്കെല്ലാം കുഴിയാക്കും പോലെ കുഴിയാക്കിയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ ഒരു ഷേപ്പാക്കാം. കുഴിയുള്ള ഷേപ്പിനാക്കി എടുക്കാം. ഇതിൻ്റെ പേര് കിളിക്കൂട് എന്നായതുകൊണ്ട് അതേപോലെ ആവാൻ വേണ്ടിയിട്ട് നടുക്ക് കുഴിയാക്കി ചെയ്യുന്നത്. ഇതിങ്ങനെ കുഴിയാക്കാതെ വേണമെങ്കിൽ കട്ട്ലറ്റ് പോലെ ആക്കി ഫ്രൈ ചെയ്യാം. ഇത് പലതരത്തിൽ ചെയ്യാറുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ ഒരു ചെറിയ കാട മുട്ടയോ അല്ലെങ്കിൽ സാധാ മുട്ടയാണെങ്കിൽ പുഴുങ്ങി കഷ്ണാക്കി വെക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ പിടിക്കൂല. ഇതിപ്പോൾ ഈ ഷേപ്പിന് ആക്കി എടുത്തിട്ടുണ്ട്. ഇതിന് നേരത്തെ റെഡിയാക്കി വെച്ച ഈ മൈദ മിക്സിൽ കവർ ചെയ്യാം. ശ്രദ്ധിച്ച് ചെയ്യണം. ഇതിന് സേമിയയിൽ കവർ ചെയ്തെടുക്കാം. ശ്രദ്ധിച്ച് ചെയ്യണം. ഇതിൻ്റെ അകത്തുള്ളത് പുറത്തേക്ക് തട്ടിക്കളയാം, കുഴിയിലുള്ളത്. ഇതിപ്പോൾ സേമിയയിൽ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടി അടുപ്പത്ത് ഒരു പാനിൽ എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഈ റെഡിയാക്കി വെച്ച കിളിക്കൂട് എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ മേളിൽ കുറച്ച് എണ്ണ കോരി ഒഴിക്കാം. ആദ്യം ഇത് കുറച്ച് ഫ്രൈ ആവുന്നവരെ അനക്കാതെ വെക്കണം. ഇത് ഒരു സൈഡ് ആകുമ്പോൾ മെല്ലെ തിരിച്ചിടാം. ശ്രദ്ധിച്ച് ചെയ്യണം. ഇത് ഒന്നുകൂടി തിരിച്ചിടാം. ഇതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിംഗ് എല്ലാം
ഓൾറെഡി വെന്തോണ്ട് ഇത് ജസ്റ്റ് പുറം ഭാഗം മാത്രം ഫ്രൈ ആയാൽ മതി. ഇപ്പൊ ആവശ്യത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ ചെയ്യാം. ഞാനിപ്പോ കിളിക്കൂട് 3 എണ്ണം ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിന് വേറൊരു സർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ ഞാൻ മുട്ടക്ക് പകരം ലോട്ടസ് സീഡ്സ് എടുത്തിട്ടുണ്ട്. അങ്ങനെ എടുത്ത് കാടമുട്ട ഉണ്ടെങ്കിൽ അതെടുക്കാം. മറ്റേ വലിയ മുട്ട ഇതിനകത്ത് പിടിക്കൂല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മലബാർ സ്പെഷ്യൽ കിളിക്കൂട് റെഡിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും ഷെയറും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.